നിങ്ങളുടെ ഏവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അപ്പൊ തുടക്കം. ഇതാണ് നീ ധൈര്യമായിട്ട് പോ. ഞാനല്ലേ പറഞ്ഞ ധൈര്യമായിട്ട് പോ പോ. ചീങ്കണ്ണി രാമു. അതെ, 2-3 പേരെ കൊന്നിട്ടുള്ള വലിയ റൗഡി. ചുമ്മാ ഇരിക്കും. ചീങ്കണ്ണി മുതലേ അതൊക്കെ നമ്മളെ വരട്ടാൻ വേണ്ടി ഇറക്കുന്ന ഓരോ നമ്പരാ. ഏയ്, രണ്ടും കൽപ്പിച്ച് ഞാൻ ചീങ്കണ്ണിയോട് ഏറ്റുമുട്ടാൻ പോവുക. ഒന്നുകിൽ ഞാൻ വിജയിയാകും, അല്ലെങ്കിൽ അവനെ നാല് കിട്ടിയപ്പോണ്ടല്ലോ അവന്റെ ശരീരത്തിൽ വളരെ ഇളകിളയും വരുന്നതാണ്. ഇതാ പറയുന്നത് മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കാൻ. നീ കട്ടപ്പുറ ശശിയെ തല്ലി നിന്നെ കാണിച്ചു തരാമടാ. ഹലോ, പാർട്ടി ഓഫീസല്ലേ? സജിയേട്ടനോടുത്തെ. ഹലോ സജിയേട്ടാ, ഇത് ഞാനാ കട്ടപ്പുറം. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിന്നെ കാണാതിരിക്കായിരുന്നു. പാർട്ടിയുടെ പേരും പറഞ്ഞ് തോന്നിയാസം കാണിക്കണം. നിന്നെ നിന്റെ കൂടെ ഉള്ളവന്മാരെ ഞാൻ വച്ചേക്കില്ല. കോത്തൂർക്ക് പാട്ട് കിട്ടുള്ളൂ. മനസ്സിലാടാ? കൊച്ചു പിള്ളേരായതുകൊണ്ട് വിട്ടേക്കാൻ പറഞ്ഞു സജിയേട്ടൻ. ഇനി നമ്മൾ കയറി കൈവച്ചിട്ട് പാർട്ടിക്കൊരു ക്ഷീണം വേണ്ട. വൈദ്യുതി ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആ വായിച്ചു വായിച്ചു. ഇതൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കാനാടാ? എവിടെ നിന്നാണോ അവൻ അടി കിട്ടിയത് അവിടെ നിന്ന് തന്നെ. ശശിയേട്ടനോട് അവന്റെ കളി പല്ല് മേടിക്കുമെന്നാ തോന്നുന്നു. മിക്കവാറും ദയവ് ചെയ്തന്നെ കൈവിടരുത്. പല്ലിളകിയോന്നൊരു സംശയം. സമരം ചെയ്യാനും അലമ്പുണ്ടാക്കാനും അല്ലാതെ വേറൊരു പണി ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ ഒന്ന് കൂടെ നിർത്തോ, എന്തെങ്കിലും തന്നാ മതി. ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി, ഞാനിതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. കൊണ്ടുപോയി മക്കളെ. ഞാൻ വാക്ക് കൊടുത്തു പോയി. ജപാലന വാക്ക് കൊടുത്ത് കൊണ്ടുപോകാത്ത. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ. പോവാൻ മോനെ.